ഡ്രസ്സ് എടുക്കാൻ കുത്താമ്പുള്ളിക്ക് പോകാമെന്നും പറഞ്ഞിട്ടാട്ടോ ഞാനും ഏട്ടനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോരണ വഴിയിൽ ചേച്ചീനെ ഞങ്ങൾ പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. 10 മിനിറ്റിലെത്തും, അവിടെ തന്നെ നിന്നോളം പറഞ്ഞിട്ടാട്ടോ ചേച്ചീനെ ഞങ്ങളവിടെ പോസ്റ്റാക്കി നിർത്തിയിട്ടുള്ളത്. പോരണ വഴിക്ക് നല്ല മഴയും മഴക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ ഒരു മയിലിനെ കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതത്തിൽ നോക്കണം കണ്ടപ്പോൾ ഏട്ടൻ ചോദിച്ചു ഒരു മയിലിനെ അടുത്ത് കാണണമെന്ന്. എന്നാൽ ശരി കണ്ടേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടായിട്ടുള്ള ധന റിസോർട്ടിലാണ് കേട്ടോ. തിരുവല്ലാമലയിലാണ് ധന റിസോർട്ട് ഉള്ളത്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പെർമിഷൻ എടുക്കാനൊന്നും നിന്നില്ല, നേരെ ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലുക കേട്ടോ ചെയ്തത്. ഏട്ടൻ്റെ 2-3 ഫ്രണ്ട്സ് ദൂരെ നിന്ന് വന്നപ്പോൾ അവരിവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഏട്ടൻ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവല്ലാമലയിൽ മുന്നേ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം സുന്ദരമാണ് തിരുവല്ലാമല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം എന്ന്. ധന റിസോർട്ടിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. തിരുവല്ലാമലയുടെ ഈ ഒരു ഗ്രാമീണ ഭംഗി ഒട്ടും ചോർന്നു പോവാതെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെലിബ്രിറ്റീനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത്. പക്ഷെ പുള്ളിയെ കാണുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ഈ ഒരു ഭംഗി എത്ര ഒപ്പിയെടുത്തിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരെ നിന്ന് എവിടുന്നോ അത്യാവശ്യം ഗസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നടന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം. ഈ മൂപ്പരെ കുറിച്ചാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ആൾക്കാരെ കണ്ടോണ്ടാ തോന്നുന്നുണ്ട് പുള്ളിക്ക് ഭയങ്കര ജാടയായിരുന്നു. ധന റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു ഓപ്പൺ സ്റ്റേജ്. സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ചെറിയ റിസപ്ഷനോ ബർത്ത്ഡേ പാർട്ടിയോ ഗെറ്റ് ടുഗെദർ ഫംഗ്ഷനോ ഒക്കെ നടത്താൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജാണ് കേട്ടോ. ധന റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുളയൊക്കെ വെച്ച് തീർത്തിട്ടുള്ള ഒരടിപൊളി ഏറുമാടം. ഈ ഏറുമാടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ ഈ ഒരു ഏറുമാടം ഉള്ളത്. അതിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നിറയെ തെങ്ങുംതോപ്പിൻ്റെ ഉള്ളിൽ നല്ലൊരു ഏറുമാടം, അതിൻ്റെ സൈഡിലായിട്ട് ഭാരതപ്പുഴ. ആഹാ, എന്തൊരു ആംബിയൻസ് ആണ് അല്ലേ. അവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ചേരമൂപ്പര് എഴഞ്ഞു പോണതും ഞാൻ കണ്ടു കേട്ടോ. നമ്മുടെ ഈ ഒരു ജോലി തിരക്കുന്നും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ 2 ദിവസം മാറി ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും മറന്ന് 2 ദിവസം സ്റ്റേക്കേഷൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് കേട്ടോ ധന റിസോർട്ട്. ഞാനും ഏട്ടനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മയിലുമൂപ്പര് വന്ന് ഏട്ടൻ്റെ ഷൂ ഒക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും അവിടുന്ന് പോരുമ്പോൾ അടുത്ത വെക്കേഷന് 2 ദിവസം ധന റിസോർട്ടിൽ നിൽക്കണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ശരി, പിന്നെ കാണാം കേട്ടോ.